പരിചയമുണ്ടോ? വിശിഷ്യ സമസ്തയുടെ ആളുകൾക്ക് പരിചയമുണ്ടോ? 5ാം ക്ലാസിന്റെ അഖീദ എന്ന് പറയുന്ന പാഠപുസ്തകമാ ഇന്ന് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 5ാം ക്ലാസ്സിലെ അഖീദ എന്ന പാഠപുസ്തകത്തിൽ ഇതാ നോക്കിക്കോ, ഇൽമുൽ ഗൈബ് എന്ന് പറയുന്ന പാഠത്തില് നിങ്ങൾ നോക്കിക്കോ. ഇൽമുൽ ഗൈബ് എന്ന് പറയുന്ന പാഠത്തില് അതിന്റെ 20-21 പേജ് നോക്കിക്കോ. അല്ലാഹു അല്ലാത്തവർക്ക് അദൃശ്യം അറിയുമെന്ന് വരുത്തി തീർക്കാൻ ഇതാ ഖുർആനിന്റെ ആയത്തിന് കത്തിവെച്ച് പോയില്ലേ? ഖുർആനിന്റെ ആയത്തിന് മുറിച്ചു കളഞ്ഞില്ലേ? നിങ്ങൾ നോക്ക്, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ എന്ന് വരുന്ന ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ നോക്ക്. അവിടെ ഏതാ ഗൈബിഹി അഹദാ എന്നുള്ളിടത്ത് വഖഫ് ഒഴിവാക്കിയിട്ട് ആ 2 ആയത്തും ചേർത്ത് വെച്ചിട്ട് ഇല്ലാമനിർത്തല എന്നുള്ളിടത്ത് മുറിച്ചു വെച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ കൃത്രിമം കാണിക്കുമ്പോ അദൃശ്യകാര്യം അറിയുന്നവൻ അല്ലാഹുവാണ്. അവൻ തൃപ്തിപ്പെടുന്ന ദൂതന്മാർക്ക് അറിയിച്ചു കൊടുക്കും. അങ്ങനെ അറിയിച്ചു കൊടുക്കുമ്പോ അവരുടെ മുമ്പിലും പിമ്പിലും നാം മാലാഖമാരെ നിശ്ചയിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആയത്തിനെ അതാ അല്ലാഹുവിന്റെ ദൂതന്മാർ എന്ന് മുതൽ മുറിച്ചു കളഞ്ഞിട്ടോ മിർ റസൂൽ എന്നുള്ളിടത്ത് മുറിച്ചു കളഞ്ഞിട്ടതാ വഖഫ് കൊടുത്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവർക്ക് അദൃശ്യമറിയാമെന്ന് വരുത്തി തീർത്തപ്പോ ഇത് അബദ്ധവശാലെ പറ്റിയതല്ല. ഇതിന്റെ അവസാനം നിങ്ങൾ നോക്കിക്കോ. പൂരിപ്പിച്ച് സാരം എഴുതുക എന്ന് പറഞ്ഞിട്ട് അതിന്റെ തദ്രീബാത്തില് 3ാമത്തെ സെക്ഷനായി കൊടുത്തപ്പോ അവിടെയും പൂരിപ്പിക്കാൻ പറഞ്ഞതെന്താ? ഇല്ലാമനിർത്തല. അതുവരെ ഖുർആനിന്റെ ആയത്ത് വെച്ചപ്പോ ഓ എന്റെ പാവന പുരോഹിതന്മാരെ, എന്തിനാ അല്ലാഹുവിന്റെ ഖുർആനിൽ കത്തിവെച്ചത്? ആശയപരമില്ലാഞ്ഞിട്ടല്ലേ? ആദർശമില്ലാഞ്ഞിട്ടല്ലേ? നിങ്ങൾ കണ്ടുപിടിച്ചോ? ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. കാരണം പരിശുദ്ധ ഖുർആൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വിഷയമല്ലേ. എന്റെ മുസ്ലിയാക്കന്മാര് വേണമെങ്കിൽ ആയത്തൊന്ന് എഴുതി വെച്ച് പഠിച്ചോ. ഖുർആനൊന്ന് നോക്കിക്കോ. അത് മുസ്ലിങ്ങളുടെ പ്രമാണമാണ് കേട്ടോ. അതൊന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്റെ നിഷ്പക്ഷമായ സഹോദരന്മാര്, ഒരു തവണയും കാലം നിങ്ങൾ അർത്ഥസഹിതം പഠിക്കാൻ തയ്യാറുണ്ടോ? അപ്പൊ നിങ്ങൾ പറയില്ല, പടച്ചോര് ഇത് വഹാബികളുടെ ഗ്രന്ഥാണല്ലോ നാഥാ, നമ്മൾ പറയണതൊന്നും ഇതിൽ കാണാനില്ലല്ലോ എന്ന് നിങ്ങൾ സമ്മതിച്ചു പോകും.